+1 വിദ്യാർത്ഥിനിയും 80 വയസ്സുകാരി മുത്തശ്ശിയും അടങ്ങിയ കുടുംബം സ്വന്തമായിരുന്ന വീടിന് പുറത്ത് അന്യരെ പോലെ കഴിച്ചുകൂട്ടി. വാടക വീടെടുത്ത് മാറാൻ പോലും കഴിയാതിരുന്ന കുടുംബത്തിലേക്ക് അങ്ങനെയാണ് കൈത്താങ്ങെത്തിയത്. ജപ്തിയെ തുടർന്ന് സ്വന്തം വീട്ടിൽ നിന്നും അന്യമാക്കപ്പെട്ട ഹരികുമാറിന്റെ കുടുംബം 6 ദിവസമാണ് വീടിന് പുറത്ത് താമസിച്ചത്. ഏറ്റവും ഒടുവിൽ സേവാഭാരതിയുടെ ഈ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് താൽക്കാലികമായി അവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ഒരു 8 കിലോമീറ്റർ അകലെ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ സമീപത്ത് അവർക്ക് ഒരു വാടകയ്ക്ക് വീട് തരപ്പെടുത്തി കൊടുത്തത്. വീട് സ്വപ്നങ്ങളുടെ കൂടാരമാണ്. വീട്ടിലേക്കുള്ള മടക്കം അതിനാൽ തന്നെ ആശ്വാസവും സമാധാനവും പകരുന്നുണ്ട്. മല്ലപ്പള്ളി ആനിക്കാട് സ്വദേശി ഹരികുമാറിനും കുടുംബത്തിനും ഇത് പുനർഗൃഹപ്രവേശമാണ്. സ്വന്തം വീട്ടിൽ നിന്നും അന്യരാക്കപ്പെട്ട് 2 ആണ്ട് പൂർത്തിയാകുമ്പോഴാണ് ഈ മടക്കം. സേവാഭാരതി പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമായത്. തന്നെ തിരിച്ചു വന്ന് ഇവിടെ കിടന്നാന്തി ഉറങ്ങാൻ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു തന്നതിൽ വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. 2012 വീട് നവീകരണത്തിനാണ് ഹരികുമാർ മല്ലപ്പള്ളി ഹൗസിംഗ് സഹകരണ സംഘത്തിൽ നിന്നും 2 ലക്ഷം രൂപ വായ്പ നേടിയത്. പലിശയും പിഴപ്പലിശയുമായി തുക വർദ്ധിച്ചു. തിരിച്ചടവ് മുടങ്ങി. കാര്യങ്ങൾ ജപ്തിയിലെത്തി. ആധാരം വീണ്ടെടുക്കുന്നതിന് സുമനസ്സുകളുടെ സഹായവും ലഭ്യമായിരുന്നു. അവശേഷിച്ച 1.5 ലക്ഷം രൂപ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കൈമാറി. പണം സഹകരണ സംഘത്തിൽ അടച്ച് ആധാരം വീണ്ടെടുത്തു. ആരെ സംബന്ധിച്ചും അവരുടെ സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങുക എന്ന് പറയുന്നത് അതിൽ പരം വേറെ സന്തോഷമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കുടുംബത്തിന് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. ഒരു ചെറിയ പങ്ക് വഹിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 3 പെൺകുട്ടികളടക്കം 6 അംഗ കുടുംബത്തിന്റെ പ്രാർത്ഥന, നാടിന്റെ ആകെ കൈത്താങ്ങ്. നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ അവർ തിരികെ പിടിക്കുകയാണ്. അവർ പൊതുജീവിതത്തിലേക്ക് കടക്കുകയാണ്. മാതൃഭൂമിയോട് ഈ വിഷയത്തിന് ഫോളോ അപ്പ് വളരെ കൃത്യമായി. പലപ്പോഴും പല മാധ്യമങ്ങളും ഒരു വിഷയം ഏറ്റെടുത്താൽ ആ വാർത്താ പ്രാധാന്യം കഴിഞ്ഞതോടുകൂടി ആ വിഷയം അങ്ങ് വിടാറാണ് പതിവ്. പക്ഷേ വളരെ കൃത്യമായി അതിന്റെ ഫോളോ അപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ഇന്നിപ്പോൾ ഈ 2 വർഷത്തിന് ശേഷവും അവർ തിരികെ അവരുടെ വീട്ടിലേക്ക് കയറിയ സമയത്ത് വളരെ താല്പര്യത്തോടുകൂടി ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാണിച്ച മാതൃഭൂമിയുടെ മനസ്സിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. വീട് വിട്ടു പോയപ്പോൾ വിങ്ങിപ്പൊട്ടിയവരെല്ലാം നോവിന്റെ നെരിപ്പോടിറക്കി വെച്ചാണ് തിരികെ എത്തിയത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.